തിരുവനന്തപുരം അകത്തുമുറിയിൽ വന്ദേ ഭാരത് ഓട്ടോറിക്ഷയിലിടിച്ച് അപകടമുണ്ടായ സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. കല്ലമ്പലം സ്വദേശി സുധിയാണ് അറസ്റ്റിലായത്. പ്ലാറ്റ്ഫോമിൽ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട ഓട്ടോറിക്ഷയിൽ വന്ദേ ഭാരത് ഇടിച്ചാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. പ്രശാന്ത്, ഈ വന്ദേ ഭാരതുമായി ഏറ്റുമുട്ടാനിറങ്ങിയ ആ പോരാളി ആരാണ്? ഓട്ടോയുമായാണ് ഏറ്റുമുട്ടിയത്. മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇദ്ദേഹം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ഓട്ടോറിക്ഷ അങ്ങോട്ടേക്ക് തള്ളിയിടാനുണ്ടായ ഒരു സംഭവ വികാസത്തിന്റെ കാരണം? ഒപ്പം എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്? തിരുവനന്തപുരം വർക്കലയ്ക്ക് സമീപം അകത്തുമുറി റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നലെ രാത്രി അപകടമുണ്ടായത്. ട്രാക്കിൽ കിടന്ന ഓട്ടോറിക്ഷയിൽ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ഇടിച്ചാണ് അപകടം. ട്രാക്കിൽ ഓട്ടോറിക്ഷ കിടക്കുന്നത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വലിയ അപകടം ഒഴിവാകാൻ കാരണമായി. ഉടൻ തന്നെ എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ച് ട്രെയിനിന്റെ വേഗത കുറച്ചു. അപകടശേഷം ഓട്ടോറിക്ഷയുമായി 100 മീറ്ററോളം ദൂരം നീങ്ങിയാണ് ട്രെയിൻ നിന്നത്. ലോക്കോ പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാകുന്നതിന് കാരണമായത്. റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ച പാതയിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് പ്ലാറ്റ്ഫോമിൽ കയറ്റുകയായിരുന്നു. കുറച്ചു സമയം പ്ലാറ്റ്ഫോമിലൂടെ തലങ്ങും വിലങ്ങും വാഹനം ഓടിച്ച ശേഷം ട്രെയിൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടാണ് അപകടമുണ്ടാക്കിയത്. സംഭവത്തിൽ കല്ലമ്പലം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സുധിയെ RPF അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് വാഹനം ഓടിച്ച സുധിയെ RPF ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ എന്തിനാണ് അകത്തുമുറിയിൽ എത്തിയത് എന്നതടക്കമുള്ള വിഷയങ്ങളിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം അപകടശേഷം 1.5 മണിക്കൂർ വൈകിയാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയത്. ജനം, തിരുവനന്തപുരം.